കാന്താര ഫസ്റ്റ് പാർട്ട് കണ്ട സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലൈമാക്സിനോട്. ആ ക്ലൈമാക്സ് പോർഷനിൽ ഋഷഭ് ഷെട്ടിക്ക് സംഭവിക്കുന്ന ആ കാര്യം, ആ പൊസഷൻ, ഗുളികൻ പൊസഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്ന സംഗതികൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഇതുവരെ നമ്മൾ സിനിമയിൽ കാണാത്ത പല തരത്തിലുള്ള പ്രകടനം പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത് കാന്താര ഫസ്റ്റ് പാർട്ടിൽ. പക്ഷേ കാന്താര ഈ സെക്കൻഡ് പാർട്ട് അതിൻ്റെ പ്രീക്വലോട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നിയത് അവർ മോർ ഓഫ് ഇതൊരു ഒരു ഡിവോഷണൽ ലൈന് പിടിച്ച പോലെയാണ് തോന്നിയത്. സിനിമയിൽ ഉടനീളം ആ ദൈവികമായിട്ടുള്ള എലമെൻറ്റിന് ഒരു ബൂസ്റ്റപ്പ് നൽകുന്ന തരത്തിലുള്ള ഫ്രെയിംസും അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതിയാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് നമ്മൾ അവരുടെ മനസ്സിൽ എന്താണോ ദൈവം എന്നുള്ള അല്ലെങ്കിൽ ഗുളികൻ എന്നുള്ള കൺസെപ്റ്റ് അത് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻജക്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലെയാണ് എനിക്ക് കാന്താര 2 കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഒരു സിനിമ അനുഭവം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മേക്കിംഗ് തന്നെയാണ്. കഥാപരമായിട്ട് പുറകോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എസ്പെഷ്യലി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഹൈ കിട്ടിയ മൊമെൻറ്റ് ഇതിൽ കാണിച്ചിരിക്കുന്ന വന്യജീവികളാണ്. എസ്പെഷ്യലി ഒരു ടൈഗറിൻ്റെ സീക്വൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടി തേവാങ്കിൻ്റെ ഒരു സീക്വൻസ് വരുന്നുണ്ട്. ഈ 2 സീക്വൻസും അവരെടുത്തു വെച്ചിരിക്കുന്ന ആ രീതി, ആ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജസ് ആണെന്ന് തോന്നാത്ത തരത്തിലുള്ള സംഗതിയാണ് സ്ക്രീനിൽ കാണുന്നത്. ആ കടുവ നടന്ന് വരുന്ന സമയത്ത് തന്നെ ആ കടുവയുടെ രോമങ്ങളുടെ ആ മൂവ്മെൻറ്റ്സും ആ കടുവ പൊസസ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ആ കാടിൻ്റെ അതേ ലൈറ്റിങ് എല്ലാ സംഗതികളും ആ കമ്പ്യൂട്ടർ ജനറേറ്റർ ഇമേജിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ആ ഒരു ജനറേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കുട്ടിത്തേവാങ്ങിൻ്റെ സെഷൻ ഉണ്ട്, അതും ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ആയത്. വേറൊരു പോസിറ്റീവായിട്ട് തോന്നിയത്, ഫസ്റ്റ് പാർട്ടിൽ കാണിച്ച പോലെ തന്നെ ഗുളികൻ കയറുന്ന സാധനം ഇത്തവണ ക്ലൈമാക്സിലേക്ക് അല്ല വെച്ചിട്ടുള്ളത്. പകരം പ്രീ ക്ലൈമാക്സ് ആയിട്ട് ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ലാസ്റ്റ് എൻഡിലോട്ട് എത്തുന്ന സമയം വരെയാണ്, ആ ഒരു സമയത്തേക്കാണ് ആ ഒരു ഗുളികൻ പൊസഷൻ്റെ സാധനം ഇത്തവണ കാന്താരയിൽ കാണിച്ചിട്ടുള്ളത്. അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആ ഒരു സമയത്ത് ആ ഒരു ആക്ടിൻ്റെ സമയത്ത് നമ്മൾ റിയൽ വേൾഡിൽ ഇത്തരത്തിലുള്ള ആ ഒരു തെയ്യം കയറുന്ന അല്ലെങ്കിൽ ഗുളികൻ കയറുന്ന അവസ്ഥ ഉള്ള ആളുകൾക്ക് സംഭവിക്കുന്ന അതേ രീതിയിലുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു എന്താ പറയുക ആ മൂവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ കാര്യമായാലും അദ്ദേഹം വളരെ വൈൽഡായിട്ട് പെരുമാറുന്ന രീതിയാണല്ലോ, എല്ലാം വളരെ ഉൾക്കൊണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് പാർട്ടിൽ എന്താണോ ആ സെയിം സാധനം സെക്കൻഡ് പാർട്ടിലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഒരു സാധനം ഈ സെക്കൻഡ് പാർട്ടിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ആ സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം ഈ ഒരു ഗുളികനിലോട്ട് കടക്കുന്നത് അതുവരെ ഉണ്ടാവുന്ന ആ സംഗതികളുണ്ടല്ലോ കഥാപരമായിട്ട്, അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫസ്റ്റ് പാർട്ടിന് അത്ര ഒന്ന് മൈൻഡിൽ കൊളുത്തുന്നില്ലായിരുന്നു. ഒരു കഥാപരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ BGM-ഉം അതുപോലെ തന്നെ മ്യൂസിക്കും സിനിമയുടെ 2 സംഗതികൾ ആ ഫസ്റ്റ് പാർട്ടിനോട് വളരെ സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ആ മ്യൂസിക്കിൻ്റെ എസ്പെഷ്യലി സോങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയൊരു ഒരു വേരിയേഷനൊക്കെയാണ് വരുത്തിയിട്ടുള്ളത്. ആ ഫസ്റ്റ് പാർട്ടിലുള്ള ആ ലവ് സോങ്ങിൻ്റെ ഏകദേശം അതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ സെക്കൻഡ് പാർട്ടിലുള്ള അതുപോലെയുള്ള ഒരു സോങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ BGM-ത്തിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ഈ സോങ്സിൻ്റെ ടോൺ, നമുക്ക് ഓഡിബിളായി കിട്ടുന്ന ആ ഒരു ടോണിൻ്റെ കാര്യത്തിലായാലും വെരി സിമിലർ ടു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഉള്ളിൽ തോന്നിയ എന്താണെന്ന് വെച്ചാൽ ഇതൊരു നനഞ്ഞടം കുഴിക്കുന്ന പരിപാടിയാണോ എന്നുള്ളൊരു സംഗതിയാണ് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ കാന്താര എന്ന് പറഞ്ഞ ആ സംഗതി കന്നഡ സിനിമേനെ വേറൊരു തലത്തിലേക്ക് ഉയർത്തിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അന്ന് അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ വിചാരിച്ചതിനെക്കാട്ടി മേളിൽ അതിൻ്റെ കളക്ഷൻ പരമായിട്ട് പോയത് കണ്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ടു വാട്ട് ദേ ഹാവ് ഡെലിവേർഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട്, അതേ സിമിലർ സാധനങ്ങൾ വേറൊരു ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുള്ള ഒരു രീതിയിൽ സെക്കൻഡ് പാർട്ടിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു സാധനം മൈൻഡിൽ ഉള്ളത് കൊണ്ടാണോ ഈ സിനിമ ഉണ്ടാക്കിയത് എന്ന് എനിക്ക് തോന്നി. ഈ സോങ്ങിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ BGM-ത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഈ പൊസഷൻ്റെ സമയത്തുള്ള പ്രകടനത്തിൻ്റെ കാര്യത്തിൽ എല്ലാമായാലും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമാറ്റിക് ഒരു അനുഭവം പറയുകയാണെങ്കിൽ എനിക്കൊരു 75 to 80% സാറ്റിസ്ഫൈ ആവുന്ന തരത്തിൽ
തന്നെയാണ് സിനിമ വന്നിട്ടുള്ളത്. ഒട്ടും വളരെയധികം മോശമായിട്ടുള്ള ഒരു സിനിമ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാവുന്ന തരത്തിലുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ ഈ പൊസഷൻ്റെ സമയത്തുള്ള ആ ഒരു വേറൊരു തരത്തിലുള്ള ഒരു പ്രകടനം, ഒരു വൈൽഡായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ നേച്ചർ എനിക്ക് ചില സമയത്തൊക്കെ വളരെ സ്കെയറി ആയിട്ട് തോന്നി. ഇപ്പം നമ്മൾ ഈ സ്ലാഷർ മൂവീസ്, അതുപോലെ തന്നെ വളരെ ഹൊറർ എലമെൻറ്റ്സ് ഉള്ള മൂവീസ്, ജംപ് സ്കെയർ ഉള്ള മൂവീസ്, ഇതെല്ലാം കാണുന്ന ആളുകളാണെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുളികൻ സമയത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ മുഖത്ത് വരുന്ന ആ ഭാവം കാണുമ്പോൾ ശരിക്കും ഒരു ഉള്ളിലൊരു ഒരു ഉൾക്കിടലം ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. അത്ര ഗംഭീരമായിട്ടാണ് ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചത്. മേ ബി ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയൽ ലൈഫിൽ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവുന്ന ഒരാൾ എങ്ങനെയാണ് പെരുമാറുക, അതുപോലെ തന്നെയാണ് സിനിമയിലും ഋഷഭ് ഷെട്ടി പെരുമാറിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് ആക്ട് ചെയ്യാൻ അദ്ദേഹം അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമ ഫസ്റ്റ് പാർട്ടിൽ നിന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കഥാപരമായിട്ടുള്ള എലമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് അതിൻ്റെ എൻജോയ്മെൻറ്റ് വാല്യൂ കുറഞ്ഞതുപോലെ തോന്നിയത്. നിങ്ങൾ കാന്താര കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.